നമസ്കാരം. കള്ളപ്പണം വെളുപ്പിക്കൽ, ഇസ്ലാമിക മതമൗലികവൽക്കരണം എന്നീ കുറ്റങ്ങളുടെ പേരിൽ ഇന്ത്യ തേടുന്ന ഇസ്ലാം മത പ്രഭാഷകൻ ജാക്കിർ നായിക്കിനെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മലേഷ്യയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. HIV ബാധയാണെന്നാണ് ചില വാർത്താ ചാനലുകൾ പുറത്തുവിടുന്ന വിവരം. CNN അടക്കമുള്ള വാർത്താമാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലേഷ്യയിലെ മുൻനിര സ്വകാര്യ ആശുപത്രി ശൃംഖലയായ സൺവേ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് നിലവിൽ ജാക്കിർ നായിക്കിനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഹൃദ്രോഗം, അണുബാധ തുടങ്ങിയ അസുഖങ്ങളുടെ ചികിത്സയ്ക്ക് പേരുകേട്ട ആശുപത്രിയാണിത്. ഇന്ത്യ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് മലേഷ്യയിൽ അഭയം തേടിയ ജാക്കിർ നായിക്ക് അവിടെയും ഇസ്ലാമിക പ്രഭാഷണങ്ങൾ കൊണ്ട് പ്രശസ്തനാവുകയായിരുന്നു. അതിതീവ്രമായ ഇസ്ലാമിക പ്രഭാഷണങ്ങളിലൂടെ ആളുകളെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുക എന്നതായിരുന്നു ജാക്കിർ നായിക്കിൻ്റെ ഉദ്ദേശം. തീവ്ര ഇസ്ലാമിക ചിന്തകൾ പുലർത്തുന്ന അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോകളും വിമർശന വിധേയമായിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ തുടരുന്ന സാഹചര്യമില്ലാത്തതിനാലാണ് മലേഷ്യയിലേക്ക് കുടിയേറിയത്. അതിനിടയിലാണ് പൊടുന്നനെ ജാക്കിർ നായിക്കിനെ കടുത്ത രോഗബാധ മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിവരം കൂടി പുറത്തുവരുന്നത്. ഇസ്ലാമിക പ്രഭാഷകനും ഒളിവിലിരിക്കുന്നയാളുമായ ജാക്കിർ നായിക്ക് എയ്ഡ്സ് ബാധിച്ചിട്ടുണ്ടെന്ന വ്യാജ പ്രചരണങ്ങൾ നിഷേധിച്ചുവെന്ന റിപ്പോർട്ടുകളുണ്ട്. അതിനിടെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ച ഈ വാർത്തയെ BJP നേതാവ് അമിത് മാൽവിയ സത്യമായെന്ന് അവകാശപ്പെട്ട് റിപ്പോർട്ട് പങ്കുവെക്കുകയും ചെയ്തു. ഈ മെഡിക്കൽ രേഖയും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അതിനിടെയാണ് നായിക് എല്ലാം നിഷേധിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രചരിക്കുന്നത് വ്യാജരേഖയാകാനുള്ള സാധ്യതയുമുണ്ട്. നായിക് ഇത് നിഷേധിക്കുമ്പോഴും വാർത്ത അതിവേഗം പ്രചരിക്കുന്നുണ്ട്. വാർത്ത നിഷേധിച്ച ജാക്കിർ നായിക്ക് അതിനിടെ തനിക്കെതിരായ വ്യാജ വാർത്തകളിൽ പ്രതികരിച്ചും രംഗത്ത് വന്നു. മീഡിയ വൺ ആണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. രോഗം ബാധിച്ച് ചികിത്സയിലാണെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ കിംവദന്തികളാണെന്നാണ് ജാക്കിർ നായിക്ക് പറഞ്ഞുവെന്നാണ് മീഡിയ വൺ അവകാശപ്പെടുന്നത്. എന്നാൽ അവകാശവാദങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്ന് ജാക്കിർ നായിക്കിൻ്റെ അഭിഭാഷകൻ അക്ബറുദ്ദീൻ അബ്ദുൽ ഖാദിർ പറഞ്ഞതായാണ് മീഡിയ വണ്ണിൻ്റെ വിശദീകരണം. പ്രചരിക്കുന്ന വ്യാജ വാർത്തകളെ അസംബന്ധമെന്നാണ് ജാക്കിർ നായിക്ക് വിശേഷിപ്പിച്ചത്. പ്രാദേശിക പോർട്ടലായ മലേഷ്യ കിനിയോടായിരുന്നു ജാക്കിറിന്റെ പ്രതികരണം. എയ്ഡ്സ് രോഗവുമായി ബന്ധപ്പെട്ട് മലേഷ്യയിലെ ക്ലാങ് താഴ്വരയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജാക്കിർ നായിക്ക് ചികിത്സയിലാണെന്ന തരത്തിലായിരുന്നു ഇന്ത്യൻ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചത്. ജാക്കിറിന്റെ ജനപ്രീതിയും സ്വാധീനവും കാരണം അദ്ദേഹത്തിന്റെ പ്രശസ്തിയെ കളങ്കപ്പെടുത്താനുള്ള ശ്രമമാണ് ഈ വ്യാജ പ്രചരണമെന്നാണ് അക്ബറുദ്ദീൻ അബ്ദുൽ ഖാദിർ പറഞ്ഞത്. അവസാനമായി കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം ആരോഗ്യവാനായിരുന്നുവെന്നും വ്യാജ ആരോപണങ്ങൾ നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും അക്ബറുദ്ദീൻ കൂട്ടിച്ചേർത്തു. ഫ്രീ മലേഷ്യ ടുഡേ എന്ന മാധ്യമത്തോട് സംസാരിച്ച നായിക് തന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ആരോപണങ്ങളിൽ യാതൊരു സത്യവുമില്ലെന്നും പറഞ്ഞു. ഇത് പൂർണ്ണമായും വ്യാജ വാർത്തയാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല, താൻ നല്ല ആരോഗ്യത്തിലാണുള്ളതെന്നും കൂട്ടിച്ചേർത്തു. വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ഈ തരത്തിലുള്ള അഭ്യൂഹങ്ങൾ വ്യാപകമായി പ്രചരണം നേടിയതോടെയാണ് നായിക്ക് തന്നെ തൻ്റെ ആരോഗ്യനില വെളിപ്പെടുത്താൻ രംഗത്തെത്തിയത്.